ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് പോകാം. ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ. അടിപൊളി വിശേഷം തന്നെയാണ്. അതിൻ്റെ ബാലൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. കുറച്ച് പൈസ അത്യാവശ്യമാണ്. താലിമാലയൊക്കെ മേടിക്കണം. അപ്പം നേരെ നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പം നോക്കട്ടെ മോളെ, എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട്, അത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ ഞാൻ കൊണ്ടുതരാം, മോളെ കാണാനും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും ശ്രുതിക്കും കുറച്ച് സമാധാനമായി. പക്ഷേ സ്വർണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അവിടെ അച്ഛനെ വേണമല്ലോ. അപ്പം അച്ഛനെ കൊണ്ടുവരാൻ ഏതായാലും പറ്റില്ല നമ്മുടെ ശ്രുതിക്ക്. അതുമാത്രമല്ല, ഡ്യൂപ്ലിക്കേറ്റിനെ കൊണ്ടുവന്നാൽ പൊക്കുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശ്രുതി അവിടെ ഒരു കുറുക്കുവഴി ഉപയോഗിക്കുന്നത്. വേറെ ഒന്നുമല്ല, ആ ഒരു ദിവസം എന്തെങ്കിലും പ്രശ്നം, ഇതിനേക്കാളും വലിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെയൊക്കെ ശ്രദ്ധ മാറുമല്ലോ. ചന്ദ്രയുടെയൊക്കെ ശ്രദ്ധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വിഷയത്തിലേക്കായി പോകും. അപ്പം സച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെ വിഷയം, അതായത് ചന്ദ്രയ്ക്ക് ഇപ്പം ശ്രുതിയുടെ അച്ഛനെ കാണണമെന്നാണല്ലോ, ആ സംഭവം മറന്നും പോകും. അവിടെ ആ ഒരു പ്രശ്നമൊക്കെ മാറിപ്പോകും. അതുപോലെ തന്നെ സച്ചിനെ ആയിരിക്കും എല്ലാവരും കേന്ദ്രീകരിക്കുക. സച്ചി ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പ്രശ്നം സച്ചിയുടെ മേൽ കൊണ്ട് ഇടണം ആ ഒരു സമയത്ത്, എങ്കിൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. സച്ചിനെ രേവതിനെ ലക്ഷ്യമാക്കി കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അവിടെ സച്ചി ആണല്ലോ മൊത്തം പ്രശ്നക്കാരൻ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം സച്ചിയുടെ തലയിൽ കൊണ്ടിടാൻ വേണ്ടി ശ്രുതി തീരുമാനിക്കുകയാണ് അന്നേ ആ ഒരു ദിവസം. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയുടെ അമ്മേനെയും അനിയത്തിനെയും ശരത്തിനെയാണ്. അപ്പോൾ ആ ഒരു സീൻ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് നമുക്ക് ഇന്നത്തെ വിശേഷത്തിൽ കയറി വന്നിട്ടില്ല. അങ്ങനെ അവർ സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല, വേറൊരു വിഷയമല്ല അവർ സംസാരിക്കുന്നത്. നമ്മുടെ ശരത്തിനെ കുറിച്ച് തന്നെയാണ്. ശരത്തിനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല സച്ചിയോട് എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പം രേവതി ഇങ്ങനെ ശരത്തിനെ വഴക്ക് പറയുകയാണ്. അതുമാത്രമല്ല, നീ കാരണം ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായതും അയാളുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് നീ അവസാനിപ്പിച്ചോ. പൈസ എന്ന് പറഞ്ഞ് ചാകാൻ കിടക്കരുത്. എല്ലാത്തിനും പൈസയല്ല ആവശ്യം, സ്നേഹബന്ധങ്ങൾ അതാണ് വേണ്ടത്. അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ മാത്രം മതി ഒരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രേവതി ശരത്തിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ശരത്ത് ഈ സമയത്ത് പോയപ്പോഴത്തേക്കും വീട്ടിലിങ്ങനെ ഒരു ചടങ്ങ് നടപ്പുണ്ട്. അതിൽ സച്ചിയേട്ടനെ പങ്കെടുപ്പിക്കരുത് എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയും പറഞ്ഞു, നീ പറഞ്ഞ് മനസ്സിലാക്കണം സച്ചിനെ, നല്ലൊരു ചടങ്ങല്ലേ നടക്കുന്നത്, അതിൽ നല്ല രീതിയിൽ പങ്കെടുക്കണം എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കിക്കുകയാണ്. ലക്ഷ്മി ഇങ്ങനെ രേവതിനെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കിക്കുകയാണ്. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നീ നോക്കണം മോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞു. ആ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ പോകുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ തന്നെയാണ്. അങ്ങനെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ ശ്രുതി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും ഒരു സ്റ്റാഫ് പെട്ടെന്ന് കയറി വന്നിട്ട്, അതെ ശ്രുതി മേഡത്തിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയാം. എന്നെ കാണാനോ? അതാരാ? അത് ഒരു ലേഡിയാണ് വന്നിരിക്കുന്നത്. പേര് പറഞ്ഞത് ലക്ഷ്മിന്നോ എന്തോ ഒരു പേരാ പറഞ്ഞതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട്, ആണോ? അപ്പോഴത്തേക്കും ലക്ഷ്മി എന്നല്ലല്ലോ, ഞാൻ മറന്നും പോയിട്ടോ, നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ പേര് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ശ്രുതിക്ക് മനസ്സിലായി അമ്മയാണെന്ന്. അപ്പോൾ പെട്ടെന്ന് ശ്രുതി ഓടി ചെന്നിട്ട് അമ്മ അകത്തേക്ക് കയറി വാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റാഫിനോട് പറഞ്ഞു, അമ്മ നല്ല വിളിക്കുന്നത് കേട്ടോ, സ്റ്റാഫുകൾക്കൊന്നും അറിയില്ല നമ്മുടെ ശ്രുതിയുടെ അമ്മയാണെന്ന്, അകത്തേക്ക് കയറി വാ എന്നും പറഞ്ഞുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. എന്നിട്ട് പറഞ്ഞു, സ്റ്റാഫിനോട് പറഞ്ഞു, അത് പിന്നെ ഇങ്ങോട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ എൻ്റെ പെർമിഷൻ ഇല്ലാതെ അകത്തേക്ക് കയറ്റി വിടരുത്, എന്നോട് വന്ന് ചോദിച്ചിട്ട് മാത്രമേ അകത്തേക്ക് കയറ്റി വിടാവുള്ളൂ, ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരക്കാണ്, കസ്റ്റമർ അകത്തുണ്ട് എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ശരി മാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ അങ്ങ് പോയി കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അമ്മയായിട്ട് സംസാരിക്കുന്ന. അങ്ങനെ ശ്രുതി പറഞ്ഞു, എന്തിനാ അമ്മ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? വരേണ്ട കാര്യമില്ലായിരുന്നു. എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് വരില്ലായിരുന്നോ? ഹേയ് അതൊന്നും സാരമില്ല മോളെ, എനിക്ക് മോളെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കറിയാം നീ വരില്ലെന്ന്. അതിന് പകരമായിട്ട് നീ വേറെ ആരെങ്കിലും പറഞ്ഞു വിടും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല ആദി അവന് തൊട്ടടുത്തൊരു വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അവന് എക്സാം ഒക്കെ ഉണ്ടേ, അപ്പോൾ അവനെ കൊണ്ടുവരാൻ പറ്റില്ല.
അതുകൊണ്ട് അവനെ അവിടെ ആക്കി. അവനാണെങ്കിൽ ഏത് നേരവും ആൻറ്റി എന്തിയെ, കല്യാണി ആൻറ്റി എന്തിയെന്ന് തിരക്കാറുണ്ട്. പിന്നെ അവന് പ്രായമൊക്കെ ആയിട്ട് വരികയാണല്ലോ, അതിൻ്റെതായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം അറിയില്ല എന്തായി തീരുന്നൊന്നും. പിന്നെ മോളതോർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട്, മോക്കിപ്പം പൈസയാണല്ലോ ആവശ്യം. അതെ, എനിക്കിപ്പം പൈസ തന്നെ അമ്മ ആവശ്യം. എന്ത് ചെയ്യാനാ, ഈ താലി മാറ്റൽ ചടങ്ങ്, ആ മാറ്റൽ ചടങ്ങ്, ഈ മാറ്റൽ ചടങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അറിയാലോ, ആ വീട്ടിൽ എൻ്റെ വിവാഹം മാത്രമാണ് നല്ല രീതിയിൽ നടന്നിട്ടുള്ളത്. ബാക്കിയെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് സച്ചിയുടെ രേവതിയുടെ വിവാഹം നടന്നത്. അതുപോലെ തന്നെ ശ്രീകാന്ത് വർഷേനെ വിളിച്ചുകൊണ്ട് വന്നതും ആർക്കും ഇഷ്ടപ്പെടാതെയൊക്കെ തന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെയും ശ്രുതിയുടെയും വിവാഹമാണല്ലോ നല്ല രീതിയിൽ നടന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ ഒന്നിങ്ങനെ നോക്കിയിട്ടോ. അപ്പം പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത്? കള്ളം പറഞ്ഞ് നടത്തിയ വിവാഹം എന്നായിരിക്കും അല്ലേ? അതെ, കള്ളം പറഞ്ഞ് നടത്തിയ വിവാഹം തന്നെയാണ്. അല്ലാതെ ഈ ശ്രുതിക്ക് വേറൊരു വിവാഹം ഉണ്ടാവില്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. എൻ്റെ ജീവിതമോ തൊലഞ്ഞു പോകാൻ നിന്ന ആ ഒരു സമയത്താണ് എന്തോ പെട്ടെന്ന് ഞാൻ ശ്രുതിയുടെ അമ്മേനെ കണ്ടതും ഈ ഒരു വിവാഹമൊക്കെ നടന്നതും അതൊക്കെ ദൈവനിശ്ചയം പോലെയാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഈ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം. പറഞ്ഞ കള്ളങ്ങളൊന്നും തിരുത്തി പറയാൻ എന്നെക്കൊണ്ടാവില്ല. അതെനിക്കറിയാം മോളെ. കള്ളം പറഞ്ഞ് എത്ര നാൾ നീ നിൽക്കുന്ന എനിക്കറിയില്ല. ഏതായാലും ഈ അമ്മയുടെ കണ്ണടയുന്നവരെ നീ നല്ലതുപോലെ ജീവിക്കുന്നത് കാണാനാ ഈ അമ്മയ്ക്ക് ആഗ്രഹം. അത് കഴിയുമ്പം ആദിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ആദിനെ കുറിച്ച് ഓർത്തിട്ട് അമ്മ വിഷമിക്കുകയേ വേണ്ട. അമ്മയില്ലെന്ന് വന്നു കഴിഞ്ഞാൽ ആദിനെ ഞാൻ പൊന്നുപോലെ നോക്കും. അത് അമ്മയ്ക്ക് ഞാൻ വാക്ക് തരിക. പിന്നെ പൈസ അമ്മ കൊണ്ടുവന്നോ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മോളെ ഇന്നാന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ എടുത്ത് കൊടുത്തപ്പോൾ, ഇത്രയധികം പൈസയോ? ഇത് പറഞ്ഞ പൈസ തന്നെ ഫുള്ളുണ്ടോ? പറഞ്ഞ പൈസ ഫുള്ളുണ്ട്. അല്ല, അമ്മയ്ക്ക് എവിടെ നിന്ന് ഈ പൈസ, ഇത്രയും പൈസ അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടി? അത് പിന്നെ വേറെ എവിടെ നിന്നും അല്ല, കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. സ്വർണ്ണമോ? അമ്മയ്ക്ക് എവിടെ നിന്നാണ് സ്വർണം കിട്ടിയത്? അത് പിന്നെ മോളെ, എൻ്റെ സ്വർണ്ണമല്ല ഇരിപ്പുണ്ടായിരുന്നത്, നിൻ്റെ സ്വർണ്ണം ഇരിപ്പുണ്ടായിരുന്നത്. അത് പിന്നെ മോളുടെ ആദ്യത്തെ കല്യാണത്തിൻ്റെ താലിയും മാലയും ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. കല്യാണം ശരിയായിട്ട് പോയില്ല എങ്കിലും, നന്നായിട്ട് ജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ ആ താലിയും മാലയും ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിറ്റ പൈസ ഇത്. ഇപ്പം സ്വർണത്തിന് നല്ല വിലയുണ്ടെന്ന് അറിയാലോ നിനക്ക്. അന്ന് എന്തോ ഒരു പവന് 10-15,000 രൂപ വെച്ച് മേടിച്ചതായിരുന്നു. ഇന്ന് അതിന് നല്ല തുക കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ മേടിക്കാതിരിക്കാനും പറ്റില്ല, മേടിക്കാനും ഒരു എന്തോ ദഹിക്കാത്ത പോലെ നമ്മുടെ ശ്രുതി അതിങ്ങ് മേടിക്കുകയാണ് കേട്ടോ. അതിങ്ങ് മേടിച്ച ഉടനെ തന്നെയാണ് പിന്നെ പുറത്തെ സീൻ കാണിക്കുന്നത്. ബ്യൂട്ടി പാർലറിനെ നമ്മുടെ ചന്ദ്ര ഇങ്ങ് വരികയാണ് കേട്ടോ. ചന്ദ്ര ഇങ്ങ് കയറി വന്നു. ചന്ദ്രയ്ക്കാണെങ്കിൽ ആ ഗ്രീൻ ലാൻഡ് എന്ന് എഴുതിയേക്കുന്നത് കണ്ടപ്പോൾ അതിൽ ദേഷ്യം തുടങ്ങി കേട്ടോ. പേരെഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ചന്ദ്രാസ് വേൾഡ് എന്നായിരുന്നു. മാറ്റിക്കഴിഞ്ഞപ്പോൾ സമാധാനം ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതേ ആ ഒരു ബോർഡേലൊക്കെ നോക്കി ഇങ്ങനെ പുറത്തിട്ട് അകത്തേക്ക് കയറി വരിക. അകത്തേക്ക് കയറി വന്ന ഉടനെ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് സ്റ്റാഫ് എന്താ മേഡം എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ശ്രുതി എന്തിയെ? ശ്രുതി മേഡം അകത്തുണ്ട്, ശ്രുതി മാം അകത്തുണ്ട്. എനിക്ക് ശ്രുതിനെ കാണണം, ഞാനൊന്ന് അകത്ത് കയറി പോട്ടെ. അയ്യോ മേഡം ഇപ്പം കയറി പോകരുത് പ്ലീസ്, അവിടെ കസ്റ്റമർ ഉണ്ടോ? ഓഹോ, എന്ത് കസ്റ്റമർ? ഏത് കസ്റ്റമർ? ഇതേ എൻ്റെ മോളുടെയും കൂടെ ബ്യൂട്ടി പാർലറാ. അപ്പം പിന്നെ എനിക്കെന്താ ഇവിടെ അവകാശവും അധികാരമൊന്നും ഇല്ലേ? പേര് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അതെ, എനിക്കിപ്പോൾ അവളെ കാണണം. അത് കൊള്ളാലോ. അതെന്ത് പറ്റി? അതെന്ത് കസ്റ്റമറാണ് ഉള്ളത്? ഓഹോ, ഇതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിപ്പോൾ ശ്രുതിനെ കാണണം. അവൾ ആരാന്നറിയാലോ, എൻ്റെ മരുമകളാ. അവളെ കാണാനാണ് ഞാൻ വന്നത്. എനിക്കിപ്പോൾ കണ്ടേ പറ്റൂന്ന് പറഞ്ഞു. അയ്യോ മേം ഒന്ന് വെയിറ്റ് ചെയ്യേ പ്ലീസ്, മേം ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ ഇപ്പോൾ പോയി വിളിക്കാമെന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ് ഈ കസ്റ്റമർ അല്ല ഈ സ്റ്റാഫ് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു അത് പിന്നെ പുറത്ത് വേറെ ആരുമല്ല വന്നിരിക്കുന്നത്, മാമിൻ്റെ അമ്മായിയമ്മ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മായിയമ്മയോ? മാമിൻ്റെ അമ്മായിയമ്മയാണ് വന്നിരിക്കുന്നത്. അതെ, ഇപ്പം തന്നെ കാണണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക. അയ്യോ ഇപ്പം ഇങ്ങോട്ട് കടത്തി വിടരുത്, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ ഈ ഒരു സ്റ്റാഫ് ഇറങ്ങി പോയി കേട്ടോ. നമ്മുടെ ശ്രുതിയുടെ ജീവനും ജീവിതവും പോയി എന്ന് കൂട്ടിക്കണ്ടാൽ മതി, അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പെട്ടെന്ന് എന്ത് ചെയ്തു, നമ്മുടെ ശ്രുതി പറഞ്ഞു, അമ്മ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതാ ഞാൻ അമ്മയോട് പറഞ്ഞത്, വേണ്ടാന്ന്. ഞാൻ എങ്ങോട്ടേലും വന്നേനെ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞെങ്കിലും വിടിപ്പിച്ചേനെ. എൻ്റെ അമ്മായിയമ്മയുടെ തനി സ്വഭാവം എന്താണെന്നേ അമ്മയ്ക്ക് അറിയില്ല. ആ തള്ളയുണ്ടല്ലോ, ദേഷ്യം വന്നു കഴിഞ്ഞ് കത്തിയെടുത്ത് തന്നെ കുത്തിക്കൊല്ലും. അയ്യോ കത്തിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ആരാണോ ഇത് കൊണ്ടുവച്ചത്? മോളെന്താ ഈ പറയുന്നത്? മോളല്ലേ പറഞ്ഞത് മോളുടെ അമ്മായിയമ്മ പാവമാണെന്നും നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ? പാവ, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. സത്യങ്ങളൊക്കെ
അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ കടയുടെ പേര് മാറ്റി എന്ന് പറഞ്ഞിട്ട് തല വന്ന് തിന്നു ആ തള്ള. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അല്ല പുറകു വശത്ത് വല്ല ഡോറും ഉണ്ടെങ്കിൽ ഞാൻ ആ വഴി ഇറങ്ങി പൊക്കോളാം. പുറകുവശത്ത് ഡോറ് ഞാൻ പറയുന്നില്ല, ഭിത്തി തുളച്ചമ്മ പോകേണ്ടി വരും. ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുന്നു. അപ്പം തന്നെ നമ്മുടെ ചന്ദ്ര പുറത്ത് കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. എനിക്കിപ്പോൾ അവളെ കണ്ടേ പറ്റൂ, എനിക്ക് കാണണം, ഞാൻ കയറി പോവാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, അവിടെ നിന്ന് സ്റ്റാഫിനെയൊക്കെ തട്ടു മാറ്റിയിട്ട് നമ്മുടെ ചന്ദ്ര ഇങ്ങ് കയറി വന്നതും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതിയാണെങ്കിൽ അമ്മേനെ മുഖത്ത് എന്തോ ഫേസിൽ എന്തൊക്കെയോ തേച്ച് കണ്ണിൽ കുക്കുംബറൊക്കെ വെപ്പിച്ച് ഇങ്ങനെ കസ്റ്റമറിനെ ഇരുത്തിയേക്കുന്ന പോലെ ഇരുത്തിയേക്കാണ്. അപ്പം പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര കയറി വന്ന ഉടനെ അമ്മയായിരുന്നോ അല്ല ആൻറ്റി ആയിരുന്നോ എന്നിങ്ങനെ ശ്രുതി ചോദിച്ചു. അപ്പം പറഞ്ഞു അതെ ഞാനായിരുന്നു. അല്ല ഇപ്പം ഒരു പെങ്കൊച്ചു വന്ന് പറഞ്ഞില്ലേ ഞാനായിരുന്നെന്ന്. അത് പിന്നെ അമ്മയായിരുന്നെന്നൊന്നും അല്ല സോറി ആൻറ്റി ആയിരുന്നെന്നൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നോ. എന്താ മോളെ നീ കസ്റ്റമറിനെ അല്ല നീ എന്താ മോളെ എന്നെ കയറ്റി വിടണ്ടെന്ന് പറഞ്ഞത്? അത് ആൻറ്റിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അല്ലെങ്കിലും ഒരു കസ്റ്റമർ ഇരിക്കുമ്പോൾ മറ്റു കസ്റ്റമറെ കയറ്റി വിടാറില്ല, അങ്ങനെയാ നമ്മുടെ നിയമം. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്. ആൻറ്റി എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? ഓഹോ ദേ ഈ ബ്യൂട്ടി പാർലറിൻ്റെ പേരേ മാറ്റിയിട്ടുള്ളൂ, എൻ്റെ ബ്യൂട്ടി പാർലറും കൂടിയല്ലേ ഇത്. അപ്പം പിന്നെ എനിക്ക് വരാതിരിക്കേണ്ടതും വരേണ്ടതുമായ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് മോള് കൂട്ടിക്കോ. പിന്നെ അറിയാലോ കഴിഞ്ഞ ദിവസം ആ ഭാമ ഇടിച്ചിടിച്ച് എൻ്റെ പുറം ഒരു പരുവാക്കി. അതുപോട്ടെ ഇനിയിപ്പം ഫംഗ്ഷൻ വരാൻ പോവല്ലേ, അപ്പം എൻ്റെ മുഖം ഒന്ന് പളപള തിളങ്ങണ്ടേ, അതിന് ചെറിയൊരു ഫേഷ്യലൊക്കെ മോള് ചെയ്ത് തരണം. മോളുടേതായ രീതിയിൽ നല്ലപോലെ വെട്ടം വെച്ച മുഖം വെട്ടി തിളങ്ങുന്നൊരു ഫേഷ്യൽ. വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതല്ലേ, വർഷയുടെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ മോളുടെ അച്ഛനൊക്കെ വരില്ലേ. അപ്പം അമ്മായിയമ്മയ്ക്ക് ഒരു കുറവുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് മോളുടെ ആൻറ്റി ഇങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും ഒരു നല്ലൊരു ഫേഷ്യൽ ഇട്ട് തരണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, അമ്മ ഇരിക്കുക, ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്കും ഇട്ട് തരാം എന്നിങ്ങനെ പറഞ്ഞു. അമ്മ നല്ല ആൻറ്റി എന്നാട്ടോ വിളിക്കുന്നത്, പെട്ടെന്ന് അമ്മ നമ്മളൊക്കെ അമ്മായിമ്മമാരെ അമ്മ എന്നാണല്ലോ വിളിക്കുന്നത്, അതുകൊണ്ടാണ് എൻ്റെ വായിൽ അമ്മ എന്ന് വരുന്നത്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതിനെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ് കേട്ടോ. പുതിയ കസ്റ്റമറാണോ എന്നിങ്ങനെ ചോദിച്ചപ്പം അതേമേ പുതിയ കസ്റ്റമറാ. എൻ്റെ മരുമകളെക്കുറിച്ച് അറിയില്ലല്ലോ, ഇവളുണ്ടല്ലോ ഒരു അടിപൊളി ബ്യൂട്ടീഷ്യനാ. ഇവള് കൈ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഉണ്ടല്ലോ അവിടെ തിളങ്ങും. മാത്രമല്ല മസാജൊക്കെ ചെയ്യുകയാണെങ്കിൽ സൂപ്പറാ. ഇവളുടെ മസാജ് കണ്ടിട്ടാണേ ഞാൻ വീണത്. ഒരു ദിവസം ഇവളെന്നെ മസാജ് ചെയ്തു, അതോടുകൂടി ഞാൻ തീരുമാനിച്ചു ഇവളെൻ്റെ മരുമകളായിരിക്കുന്ന. പിന്നെ ഇവള് വലിയ പണമുള്ള വീട്ടിലെയാ. ദേ ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ആളല്ല. ഇവളുടെ അച്ഛനെ അങ്ങ് മലേഷ്യയിലാ. എന്ത് ചെയ്യാനാ. പിന്നെ ഇവളുടെ അമ്മ മരിച്ചുപോയി, ഇവൾക്ക് അമ്മയില്ല. ആരോടാ പറയുന്നത്? നമ്മുടെ ശ്രുതിയുടെ അമ്മയോടാ ഇതൊക്കെ പറയുന്നതെന്ന് ഓർത്തോണം. ഇത് കേട്ടതും ശ്രുതിയുടെ അമ്മയുടെ ചങ്ക് പൊളിയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ഇവൾക്ക് അമ്മയില്ലെങ്കിൽ എന്താ, ഇവളുടെ അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ടല്ലോ, ഇവളുടെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഇവള് എന്നെ അമ്മയെപ്പോലെ തന്നെയാണ് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് നല്ലതാ, അങ്ങനെയുള്ളത് നല്ലതാ, അങ്ങനെ ഒരു അമ്മയില്ലാത്തപ്പം ഒരു അമ്മേനെ കിട്ടുന്നത് നല്ലതാണല്ലോ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് പേടിയാവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏതായി തീരും എന്നൊന്നും അറിയില്ല. ഏകദേശം നാളെ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം പിടിച്ചില്ല, കണ്ടില്ല എന്നൊരു മട്ട് തന്നെയാണ് നമ്മുടെ ചന്ദ്ര. ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അമ്മയാണെന്ന് വല്ലതും തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, വേണ്ട പോട്ടെ ശ്രുതിയുടെ അമ്മയാണെന്ന് തിരിച്ചറിയില്ല, അന്ന് ആ വീട്ടിൽ വന്ന ആ ഒരു ആളാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ മണക്കുന്നുണ്ടെന്ന് നമ്മുടെ ചന്ദ്രയ്ക്ക് മനസ്സിലായേനെ. ചന്ദ്രയ്ക്ക് അത്രയ്ക്ക് വിശ്വാസമൊന്നും ഇല്ലാട്ടോ ഇപ്പം ശ്രുതിനെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റൂ. അപ്പം എല്ലാവരും കാത്തിരിക്കാട്ടോ. ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത്. തൽക്കാലം നമ്മുടെ ശ്രുതി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രം മതി. ശ്രുതി രക്ഷപ്പെടുക മാത്രമല്ല, സച്ചിനെയും നമ്മുടെ രേവതിനെയും ശ്രുതി നല്ല രീതിയിൽ പെടുത്തിക്കളയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പൂക്കടയൊക്കെ ഉണ്ടല്ലോ അടിച്ച് തകർത്ത് കളയുന്നുണ്ട്. പഞ്ചായത്തിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കും, ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് ആ പൂക്കടയൊക്കെ അടിച്ച് തകർത്തിട്ടാണ് കേട്ടോ പഞ്ചായത്തുകാർ പോകുന്നത്. അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്ത കാഴ്ചകളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ സച്ചി അതിക്ക് മേലാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ നാളത്തെ ഫുൾ വിശേഷവും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വിശേഷം നയനുടെയും ആദർശിൻ്റെയും പ്രമോ വിശേഷമായിട്ട് വൈകിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. കൂടെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോണേ.